Hey, hello guys. Guess what? 3, 2, 1. Hello guys, welcome to my channel. It's me. നമ്മൾ ഗസ് വേർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിമ്മി നടന്ന് എവിടേക്കോ എത്താൻ പോവാണ്. രാവിലെ ഒരു മോർണിംഗ് വാക്ക് ആകട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്നതല്ല. ആക്ച്വലി നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്. ട്രിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി പോകുന്നത് ആലപ്പുഴയ്ക്കാണ്. പക്ഷെ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. സോ നമ്മൾ നടക്കുവാണ്. വണ്ടി ഇവിടെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ദാ നിൽക്കുന്ന 2 ചേട്ടന്മാരാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവേഴ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കയറിയിട്ട് കാണാം. അപ്പം എനിക്ക് ഞാനൊരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സോ അപ്പോൾ തുടങ്ങല്ലേ. ഹായ്. അപ്പം നമ്മൾ തിരുവഞ്ചിക്കുളത്താണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ കൈലാസ് ഹോട്ടലിൽ നിന്ന് നമുക്ക് കുറച്ചൊരു ഇഡ്ഡലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകും. ഹലോ, ബാക്കിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ പട്ടാളങ്ങളൊക്കെ ബാക്കിലുണ്ട്. ബസ്സിലാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്നല്ലേ? ആലപ്പുഴയ്ക്കാണ് ആക്ച്വലി പോകുന്നത്. ഹൗസ് ബോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നൈസായിട്ട് കാണിക്കാം. ഓക്കെ, യോ പറഞ്ഞ യോ തക്കുവിന്റെ കണ്ണിന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ അവിടെ സൂപ്പർ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ്, എല്ലാവരും സെറ്റാണ്. അപ്പോൾ വണ്ടിയിലിരുന്ന ഒരാൾ ഭയങ്കര നെയിൽ പോളിഷൊക്കെ ഇടൽ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ നിന്നാണ് നമ്മൾ അടുത്ത കൈലാസം ഹോട്ടലിൽ നിന്നാണ് നമ്മൾ സാമ്പാറും ഇഡ്ഡലിയും കഴിച്ചിട്ടുണ്ടായിരുന്നത്. After few hours of Thullal and all, we reached the Alappi. അങ്ങനെ ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ്. ഞാൻ ആക്ച്വലി കണ്ടപ്പോൾ നല്ല വലിയതായിരുന്നു. ആക്ച്വലി ഇത് ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഇല്ല ഹോയ് ഗായ്സ്, അപ്പോൾ നമ്മൾ എന്താണ് ഹൗസ് ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അല്ലേ പാപ്പ? ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആക്ച്വലി ദിസ് ഇസ് നൈസ്. പിന്നെ നമുക്ക് നോക്കാം മുകളിൽ പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ ഫോണിൽ വ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ബട്ട് നടക്കുമെന്ന് അറിയില്ലായിരുന്നു. എനിവേസ് നമ്മൾ സോ ഗൈസ്, ഇറ്റ്സ് വെരി നൈസ് ബോട്ട്. ഞാൻ വിചാരിച്ച ചെറിയ വല്ല ബോട്ടായിരിക്കുന്നു. പക്ഷെ നമുക്ക് വലിയ ബോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഐ എം സോ ഹാപ്പി. സോ ബോട്ട് കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഗൈഡ് വന്ന ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണം. ഈ പുറത്തുനിന്ന് അപ്പുറത്തോട്ടൊന്നും ഇറങ്ങാനോ ജനൽ പുറത്തോട്ടിറങ്ങാനോ നോക്കരുത്. കുട്ടികൾ പുറകിലോട്ടൊക്കെ പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. പുറകെ പോയി പുറത്തോട്ടൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത്. അതുപോലെ റൂമിൽ കയറിയാലും ജനൽ തുറന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത്. കാര്യം ഇത് വലിയ ബോട്ടാണ്. അവരെല്ലാം കിച്ചണിലായിരിക്കും. ആരും മേളിൽ കാണത്തില്ല സ്റ്റാഫ്. നിങ്ങൾ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്ക് നമുക്ക് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കണം. കരക്കൊക്കെ ഇറങ്ങാം. പിന്നെ ഇതിനകത്ത് രതീഷ് ഇപ്പൊ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളന്ന് വന്നപ്പോ ഇല്ലാത്തപ്പോ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് സ്പീഡ് ബോട്ടാണ്. സ്പീഡ് ബോട്ട് നമ്മൾ കായലിൽ ഇപ്പം അങ്ങോട്ട് പോകുന്നത് കാണാമല്ലോ. പരിപാടിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് ഒരു ബോട്ടിൽ 8 പേര് വരെ പോകും. നിങ്ങൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി ആണ്. പൈസ കൊടുത്താൽ 300 രൂപ ചായ മേടിക്കുന്ന ഒരാൾക്ക് 300 രൂപ. അത് വേണമെങ്കിൽ പോകാം. 10 മിനിറ്റ് നേരെ 10 കിലോമീറ്റർ തുല്യമായിട്ട് നേരെ പോയില്ലെങ്കിൽ സ്പീഡ് ചെയ്യിക്കും. അതൊക്കെ നല്ല രസമാണ്. അതൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പോവാം. പിന്നെ അത് മാത്രമാണ് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഈ പോകുമ്പോൾ ഡേ നൈറ്റും പോകണ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ദാ വെൽക്കം ഡ്രിങ്ക് തന്നായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ആൻഡ് അത് കുടിച്ചോണ്ട് നിൽക്കാണ്. ഹായ്.
വ്യൂവേഴ്സിനോട് ഹായ് പറയും. അപ്പോൾ ഗൈഡ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പക്ഷേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് കണ്ടില്ലേ, മഴ പെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. കുറേ ബോട്ടുകൾ പുറത്ത് കിടപ്പുണ്ട് കണ്ടില്ലേ. ഓരോരുത്തരുടെ എണ്ണം അനുസരിച്ചാണ്, അതായത് എത്ര പേരുണ്ട് എന്നുള്ളതനുസരിച്ചാണ് ബോട്ടിൻ്റെ സൈസ് മാറുന്നത്. നമ്മൾ അത്രയും പേരുള്ളതുകൊണ്ടാണ് ഇത്ര വലിയ ബോട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് കേട്ടോ. നമ്മുടെ ക്ലൈമറ്റ് നോക്കൂ, ആകാശം ഇങ്ങനെ വീണ്ടും മൂടി നിൽക്കുകയാണ്. എപ്പോഴും മഴ പെയ്യാന്ന് അറിയില്ല. എനിവേസ് നോക്കാം. ഓക്കെ, ഞാൻ എന്നിട്ട് മുടിയൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി. എന്താ വെച്ചാൽ മുടിയൊക്കെ ഭയങ്കര സീനായിരുന്നു. ഞാൻ കെട്ടി മുകളിൽ പോണിട്ടയിലൊക്കെ കെട്ടി വെച്ചേക്കായിരുന്നു. എനിവേസ് നമുക്ക് മുടി ഒന്ന് സെറ്റാക്കി കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെ കൊണ്ട് മുടി കെട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. സോ ഗൈസ്, ഇവിടുത്തെ എല്ലാ റൂംസും പിന്നെ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോട്ട് എടുക്കുന്നത് കാണണ്ടേ, അതായത് ഡ്രൈവ് ചെയ്യുന്ന നോക്കണ്ടേ. സോ നമുക്കത് നോക്കാം. ബോട്ടിന്റെ ഫസ്റ്റ് ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഭാഗത്താണ്. അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എവിടെ ഇരിപ്പുണ്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്താ പേര്? തിലകൻ. ഓക്കെ, തിലകൻ ചേട്ടനാണ് അപ്പൊ നമ്മള് ഈ ബോട്ട് ഓടിക്കുന്നത്. 3 ബോട്ടുണ്ട്, ഇതില് മാറിയും തിരിഞ്ഞൊക്കെ വന്ന് കയറും. ആണല്ലേ. അപ്പൊ എത്ര വർഷമായി? 22 വർഷമായി. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങക്ക്? ഒന്നുമില്ലേ? 22 വർഷമായി. അതിന് മേലെ ഉണ്ട് ബോട്ട്. 22 വർഷമായി. ഓക്കെ, അപ്പൊ ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞു. ആലപ്പുഴനെ പറ്റിട്ട് ഒന്ന് പറഞ്ഞാൽ പറ്റുമോ? ലൈക്ക് എന്താണ്, ഞങ്ങള് തൃശ്ശൂർക്കാരാണ്. സോ ആലപ്പുഴനെ പറ്റി എന്താ പറയാനുള്ളത് ചേട്ടന്? ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്ക് ടൂറിസം മേഖലയാണ് കൂടുതൽ. അതെ. അപ്പൊ ഇവിടെ ഈ കൂടുതലും നമുക്ക് ഇവിടെ കനാലുകൾ കൂടുതലുണ്ട്. ഒരു മാസം വേണേലും നമുക്ക് കിട്ടാനായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അപ്പൊ നമ്മള് ആലപ്പുഴയുടെ ഭംഗി കാണിച്ചു തരാട്ടോ ഗൈസ്. അപ്പൊ ഈ വോയിസ് ഓവർ അല്ല, അപ്പൊ അതിലെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് എൻ്റർ ആയത് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടാണ് പോകുന്നത്. ഒരു സ്പീഡ് ബോട്ട് കണ്ടായിരുന്നു നമ്മള്. നല്ല രസമുണ്ടല്ലേ. ഓക്കെ, എടാ കിച്ചു എന്തേടാ കിച്ചു? ഇവിടെ നമുക്ക് ഇത്രയ്ക്കും റൂമുകളുണ്ട് ഗൈസ്. അതെ അതെ അതെ. ഈ നെക്സ്റ്റ് ഗൈഡ് എന്റെ സച്ചു ആണ്. സെക്കൻഡ് റൂമാണിത്. ഇത് നല്ലപോലെ തന്നെ നല്ല ഈസി ഒക്കെ ഉള്ള റൂമാണ്. അടിപൊളിയാണ്. നെക്സ്റ്റ് റൂമാണ്. ഓക്കെ, നൈസ് ആയിട്ടുള്ളൊരു വാഷ്റൂം ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം ഉണ്ടെങ്കിലേക്ക് ഒരു എല്ലാ റൂമിൽ നിന്നാലും നമുക്ക് കാഴ്ചകൾ കാണാനുള്ള വിൻഡോസും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ നല്ല രസമാണ് ഇവിടെ നിന്ന്. ഓപ്പൺ ചെയ്യടാ. യെസ്, ഇപ്പൊ മഴ പെയ്യാനുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. എനിവേസ് മഴ കിട്ടുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ദ ഫീലിംഗ്, ലൈക്ക് ഒരു മഴയുടെ കൂട്ടത്തിൽ നമ്മൾ ബോട്ടിങ് പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ബോട്ടിങ് പോകുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പൊ മഴയുടെ കൂട്ടത്തിൽ എങ്ങനെയാവും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നോക്കാം നമുക്ക് അല്ലേ. ഗൈഡ്സ് കിച്ചു സച്ചു മോൻ കാണിക്കടാ. കിച്ചു ആൻഡ് സച്ചു. പിന്നെ സ്പെഷ്യൽ ഒരു സംഭവം എന്താണെന്ന്
പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. നല്ല ഫോട്ടോസൊക്കെ കിട്ടി. വാഷ് ബേസിൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ. നേരത്തെ ഗൈഡ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറേ ബോട്ട് നമുക്ക് കാണാൻ പറ്റി. ഓരോ ബോട്ടിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോവുകയാണ്. താങ്ക് യു മേമയുടെ വക ഒരു അരിയുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ കാണിക്കും മുഖം? ഹായ്, താങ്ക് യു. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളായിരുന്നു. നല്ല ചൂടുണ്ടല്ലേ? ഹായ്. വെറുതെ ഹായ് വെല്ലിപ്പാപ്പനോടൊരു ചോദ്യം. ഓക്കെ, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു CM ആരാണ്? ജനങ്ങളുടെ മനസ്സിലുള്ള ഒരാൾ ഇറങ്ങി കസാരോട്ടം നടത്തി. പിന്നെ നമ്മൾ ഹൗസ് ബോട്ടിനകത്ത് ഫുൾ ഓൺ വൈബായിരുന്നു. പാട്ട് പാടി, പിന്നെ അന്താക്ഷരി കളിച്ചു, പിന്നെ ദംഷ്രാറ്റ്സ് കളിച്ചു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസ്. ഇപ്പോൾ തിരുത്തിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഒരു ഐലൻഡ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഓക്കെ, ഗായ്സ്. അപ്പം എന്തോ പുറത്ത് ലൈക്ക് എന്തോ കുത്തോ സംതിങ് എന്തെങ്കിലും എടുത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കടത്തിൽ നോക്കാം എന്താ സംഭവം. മീനെ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മീനെ പിടിക്കാൻ പറ്റുമോ ചേച്ചി? അറിയില്ല. നോക്കാം. കിച്ചണിൽ എന്തോ ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്താണ് ചേട്ടന്മാരോട് ബുക്ക് ചെയ്യാണ്. കരിമീൻ ഫ്രൈ ആൻഡ് ചിക്കൻ കറി. കരിമീൻ ഫ്രൈ ആൻഡ് ചിക്കൻ കറിയാണ്. നമ്മൾ വെയിറ്റിംഗ് ആണ്. സ്മെൽ ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. എനിക്ക് ഇല്ല. ഓക്കെ, നമുക്കിപ്പോൾ തുരുത്തിലോട്ട് ഇറങ്ങാം. വേണ്ട, അതിലേക്ക് ഇറങ്ങാം. ഓക്കെ, ആദ്യം മുറുകിയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്.
നമ്മൾ തുരുത്തിലോട്ട് ഇറങ്ങി നിന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര് ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി ശ്രദ്ധിക്കുന്നത്. സെൻറ്റ് മേരി എന്നാണ് ബോട്ടിൻ്റെ പേര്. ഓക്കെ, സെന്റ് മേരി. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ബോട്ട്. നമ്മളോട് നേരത്തെ ഗൈഡ് ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ 300 രൂപ പെർ പേഴ്സണ് ആയിട്ടുള്ളൊരു സ്പീഡ് ബോട്ട് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ശരിക്കും മേടിച്ചു. പക്ഷേ ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തു. നമുക്കൊന്നും പ്രത്യേകിച്ച് ഭയങ്കര പേടിയോ എന്നാൽ വേറൊരു ഫീലിംഗ് ആയിരുന്നു. രസമായിരുന്നു കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്തേക്കൊക്കെ പോയി ഇങ്ങനെ പോയി നമ്മൾ ചുറ്റി പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, കാരണം ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇനി വരുന്നവർ, അതായത് ഇനി ബോട്ടിങ്ങിനൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടിലും കൂടി ഒന്ന് കയറി നോക്കട്ടോ, നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിങ് ഏകദേശം കഴിയാറായി. നമ്മൾ അടുപ്പിക്കാൻ കേട്ടോ ബോട്ട്. ഇവിടെ കുറേ റിസോർട്ട്സൊക്കെ ഉണ്ട്, രസമാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വന്നിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ബോട്ടിങ് ചെയ്യുന്നവരെ കാണാനൊക്കെ ആയിട്ട് ആലപ്പുഴ വരുന്നവരുണ്ടെങ്കിൽ വിസിറ്റ് ദ പ്ലേസ്. റിയലി ഐ പ്രിഫർ ദിസ് ബോട്ടിങ്. ഒരു ബോട്ടിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങി. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു, നമ്മൾ വിചാരിക്കാനേക്കാളും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ട് പോവാണ്. പിന്നെ നമ്മള് സ്പീഡ് ബോട്ട് പോയി, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. അതെ ഓക്കെ, ഇനി ഫൈൻ. നമ്മള് ആലപ്പുഴ ബീച്ചിലോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ്. ഓക്കെ, അപ്പോൾ അറൗണ്ട് ഒരു 6 o'clock ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി. നമ്മൾ 7 ആയപ്പോഴത്തേനും അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ആൻഡ് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു. ദെൻ നമ്മൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേനും തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.